ഇന്ന് വെള്ളിയാഴ്ച രാവ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ഈ വെള്ളിയാഴ്ചയുടെ രാവിൽ നമുക്ക് വളരെ പവിത്രമേറിയ ഒരു സ്വലാത്തു ചൊല്ലാം. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മഹാനരായ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഒരിക്കൽ സ്വപ്നം കാണുകയാണ്. അവിടുത്തെ അഹ്ബാബീങ്ങൾ, മുഹിബ്ബീങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ എങ്ങനെയാണ് അങ്ങയെ സ്വീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് അല്ലാഹു പുറത്തു തന്നു, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അതിൻ്റെ കാരണമായിട്ട് ഷാഫിഈ ഇമാം പറയുന്നത്, ഞാൻ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ആ സ്വലാത്തിൻ്റെ വചനങ്ങൾ ഇങ്ങനെയാണ്. ഈ സ്വലാത്ത് കാരണമായിട്ടാണ്, ഞാൻ പതിവായി ചൊല്ലിയിരുന്ന ഈ സ്വലാത്ത് കാരണമായിട്ടാണ് എനിക്ക് വിജയം ലഭിച്ചത്. അങ്ങനെ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പാരത്രിക ലോകം രക്ഷപ്പെടാൻ കാരണമായ അത്ഭുതകരമായ ആ സ്വലാത്ത് ഏതാണെന്നും അത് ഈ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് വളരെ നല്ല രൂപത്തിൽ ചൊല്ലാം. അള്ളാഹു നമ്മയും അതുപോലെ നമ്മുടെ പൂർവ്വസൂരികളൊക്കെ അള്ളാഹുവിലേക്ക് അടുത്തതുപോലെ അള്ളാഹു നമ്മയൊക്കെ അടുപ്പിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ ചെയ്യും. അവിടെ കാണാൻ സാധിക്കും. സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയും മഹത്വം നമുക്കറിയാം. ഒരു പകലിന് എത്രമേൽ പ്രാധാന്യമുണ്ടോ ആ പകലിൻ്റെ തുടക്കം എന്നുള്ളത് തൊട്ട് ദിവസം തലേ രാത്രി മഗ്‌രിബോട് കൂടെയാണ് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പെരുന്നാളിനും അതേപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പെരുന്നാളായോ എന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നതും അറിയുന്നതൊക്കെ അത് ആ തലേ ദിവസം രാത്രി മഗ്‌രിബോട് കൂടെയാണ്. മുമ്പത്തെ സൂര്യൻ അസ്തമിക്കലോട് കൂടെയാണ് നമുക്കറിയാതെ. പക്ഷേ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അങ്ങനെയല്ല. അത് രാത്രി 12 മണിക്കാണ് ഡേയും നൈറ്റൊക്കെ മാറി മാറി വരുന്നത്, ദിവസം മാറി വരുന്നത് അല്ലേ. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് അറബിക് കലണ്ടർ പ്രകാരമാണ് അല്ലേ. നമ്മുടെ വയസ്സ് തീരുമാനിക്കുന്നത്, നമ്മുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 3:40 തുടങ്ങിയിട്ടുള്ള ഏത് വിഷയങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇദ്ദയിരിക്കുന്ന സമയം ഉൾപ്പെടെയുള്ള ദീനിൻ്റെ ഏത് വിഷയങ്ങളെടുത്ത് നോക്കിയാലും ഈ ഒരു ഇസ്ലാമിക് കലണ്ടറാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇന്ന് മഗ്‌രിബോട് കൂടെയാണ് ആരംഭിക്കുന്നത്. ആ സമയം മുതൽ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ദിക്റുകളിലും തസ്ബീഹുകളിലും ഖുർആൻ പാരായണത്തിലൊക്കെ ആയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച രാവ് പകൽ എന്നൊക്കെ പറയുന്നത് മറ്റുള്ള ദിവസം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളെ പോലെയുള്ള ദിവസങ്ങളായി മാറരുത്. ആ ദിവസം സയ്യിദുൽ അയ്യാമാണ്. ഹബീബാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് തന്നെ ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അത് സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളിലെ നേതാവാണ്. വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് വെള്ളിയാഴ്ച രാവിലേക്ക് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങിത്തുടങ്ങണം. നഖമൊക്കെ മുറിച്ച് എല്ലാം വൃത്തിയാക്കി നല്ല വൃത്തിയോടെ ശുദ്ധിയോടുകൂടെ വെള്ളിയാഴ്ചയിലേക്ക് ഒരുങ്ങി തയ്യാറാകണം. അപ്പോഴാണ് നമുക്കൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ചയിൽ അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളത് ഉറപ്പുള്ള സമയമാണ്. നമുക്ക് അള്ളാഹിനോട് എന്തും ചോദിക്കാൻ പറ്റും ആ സമയത്ത് അല്ലേ. പക്ഷേ ആ സമയം ഏതാണെന്നുള്ളത് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്, ഒളിപ്പിച്ചു വെക്കാനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ മുമ്പ് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചാണ്. അപ്പോൾ അത്തരം രഹസ്യങ്ങൾ ഉള്ള ആ വെള്ളിയാഴ്ച അത്ഭുതങ്ങളുടെ കലവറയാണ്. ആ വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും കിട്ടും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട സമയങ്ങളാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് തന്നെ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ കൃത്യമായി എഴുതിയത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ജസ്റ്റ് ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ എത്താൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഈ സ്വലാത്ത് അങ്ങ് കൃത്യമായിട്ട് വരും. പിന്നെ നിങ്ങൾക്കത് നിങ്ങളുടെ ഫോണിൽ നോക്കിയിട്ട് നല്ല ക്ലിയറിൽ നോക്കിയിട്ട് ചൊല്ലാൻ പറ്റും. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലുക എന്നറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബി അദദി മൻ സ്വല്ല അലൈഹി വസ്വല്ലി അലാ മുഹമ്മദിൻ ബി അദദി മൻ ലം യുസല്ലി അലൈഹി. അപ്പോൾ 2 വസ്വല്ലി അലാ മുഹമ്മദിൻ കമാ അമർത്ത ബിസ്വലാത്തി അലൈഹി. 3 വസ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു അൻ യുസല്ലി അലൈഹി. 4 വസ്വല്ലി അലാ മുഹമ്മദിൻ കമാ തംബഗി സ്വലാത്തു അലൈഹി. 5 സ്വലാത്തിൻ്റെ വാക്യങ്ങളാണ്. അങ്ങനെ തന്നെയാണ് ഷാഫി ഇമാമിൻ്റെ വഫാത്തിന് ശേഷം മഹാനവറുകളെ അവിടുത്തെ മുഹിബ്ബീങ്ങൾ സ്വപ്നം കണ്ടു. അള്ളാഹു എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് പുറത്തു തന്നു. അപ്പോൾ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവായി അവരുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിരുന്ന 5 സ്വലാത്തിൻ്റെ വചനങ്ങൾ കാരണമാണ് രക്ഷപ്പെട്ടത്. ആ 5 സ്വലാത്തിൻ്റെ വചനങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബി അദദി മൻ സ്വല്ല അലൈഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ അല്ലാഹുവേ സ്വല്ലി അലാ മുഹമ്മദിൻ, സ്വല്ലി നീ ഗുണം ചെയ്യണമേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ, നീ അനുഗ്രഹം ചെയ്യണമേ, അലാ മുഹമ്മദിൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഏതു നിലക്ക് സ്വലാത്ത് ചൊല്ലണം, എത്ര ഗുണം വർഷിപ്പിക്കണം, എത്ര അനുഗ്രഹങ്ങൾ ചെയ്യണം, അവിടുത്തെ മേൽ ബി അദദി മൻ സ്വല്ല അലൈഹി, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ എണ്ണത്തിൻ്റെ തോതനുസരിച്ച് കണക്കനുസരിച്ച് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ ഗുണം ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബി അദദി മൻ സ്വല്ല അലൈഹി. അവിടുത്തെ മേൽ ആരൊക്കെയോ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അവരുടെ എണ്ണം അനുസരിച്ച്, അത് വലിയൊരെണ്ണാണ്, അത്രയും ഗുണം ഹബീബായ തങ്ങളുടെ മേൽ ചൊരിയണേന്ന്. 2ാമത്തെ പദം എന്താ? വസ്വല്ലി അലാ മുഹമ്മദിൻ ബി അദദി മൻ ലം യുസല്ലി അലൈഹി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരുപാട് ആളുകളില്ലേ, അവരുടെ എണ്ണം അനന്തമാണ്. ഇതൊക്കെ ആ എണ്ണം അത്രയും പെരുപ്പാണ്. അതാണ് അങ്ങനെ ഈ സ്വലാത്തിൻ്റെ പദം. അപ്പോൾ അത്രയും എണ്ണം അനുസരിച്ച് അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാവരും അതിൽ പെട്ടു. 2 വിഭാഗം ആളുകളെ ഇവിടെ ഉള്ളൂ. എല്ലാം അങ്ങനെ തന്നെയാണ്. സ്വലാത്ത് ചൊല്ലുന്നവർ, ചൊല്ലാത്തവർ. ഈ 2 വിഭാഗത്തിലും പെടാത്ത ഒരാളുണ്ടാവുമോ? നിങ്ങളൊന്ന് ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കി നോക്കെ. സ്വലാത്ത് ചൊല്ലുന്നവർ, ചൊല്ലാത്തവർ, ഇവരല്ലാത്ത ഒരാൾ ഈ ഭൂമിയിലില്ലല്ലോ. ആരെടുത്ത് നോക്കിയാലും, ഏതൊരാളെടുത്ത് നോക്കിയാലും ഒന്നെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നവനായിരിക്കും, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാത്തവനായിരിക്കും. അപ്പോൾ ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ട്, കഴിഞ്ഞു പോയവരും വരാൻ പോയവരുമായിട്ടുള്ള ആളുകളുടെയൊക്കെ എണ്ണം അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഗുണം ചൊരിയണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ആശയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞാനിപ്പോൾ അതിന് പറ്റുന്നൊരു സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ എങ്ങനെ? വസ്വല്ലി അലാ മുഹമ്മദിൻ കമാ അമർത്ത ബിസ്വലാത്തി അലൈഹി. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നല്ല രസമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരും? നല്ല നമുക്ക് കേൾക്കാൻ നല്ല ഇമ്പുള്ള, നല്ല നമുക്ക് ആത്മാർത്ഥ കിട്ടുന്ന അർത്ഥവും ആശയമൊക്കെയാണ് ഇതിന്. അപ്പോൾ ഈ സ്വലാത്ത് നമുക്ക് പതിവാക്കാം. പിന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പറയുന്നത് പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലണം 1000 ഇസ്തിഗ്ഫാർ, 1000 പറ്റുന്നില്ലെങ്കിൽ 100. സ്വലാത്ത് ചൊല്ലണം 1000 സ്വലാത്ത്, പറ്റുന്നില്ലെങ്കിൽ 300, ഇല്ലെങ്കിൽ ചുരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും. 300 ചൊല്ലാനുള്ള കാരണം എല്ലാ സമയത്തും പറയാറുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. അങ്ങനെ ഓതേണ്ട പല സൂറത്തുകളുണ്ട്. സജദ സൂറത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യണം. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിൻ്റെ പദം ചൊല്ലി മരണപ്പെടണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എല്ലാ സമയത്തും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ കിടന്നുറങ്ങുമ്പോൾ ഒരു ജപമാല നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, തസ്ബീഹ് മാല. അത് കയ്യിലും പിടിച്ചിങ്ങനെ നല്ല ആത്മാർത്ഥതയിൽ ഇങ്ങനെ ചൊല്ലിയിട്ടാണ് കിടക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കിടക്കണം. എന്നിട്ട് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകണം, സ്വലാത്തിൽ ലയിച്ചുറങ്ങിപ്പോകണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കാണുന്നുണ്ട്. മുത്തുനബി തങ്ങളത് മദീന മുനവ്വറയിലിരുന്ന് അറിയുന്നുണ്ട്. മുത്തുനബി തങ്ങൾക്കത് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഹദീസിലുള്ളതാണ്. തുഅറളു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട്. ഫഇൻ റഅയ്തു ഖൈറൻ ഹമിദുല്ലാഹ്, നല്ലത് വല്ലതും കാണുകയാണെങ്കിൽ ഞാൻ അള്ളാഹിനെ സ്തുതിക്കും. വഇൻ റഅയ്തു ഗൈറ ദാലിക, അതല്ലാത്തത് കാണുകയാണെങ്കിൽ, എനിക്ക് കാണിക്കപ്പെടുകയാണെങ്കിൽ
ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നമ്മുടെ നേതാവ് അവിടെ നിന്ന് കാണുന്നുണ്ട്. അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വെള്ളിയാഴ്ച രാവിൻ്റെ പവിത്രമേറിയ സമയങ്ങളിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.